കർണാടകയിലെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരാതിയിൽ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രത്യേകാന്വേഷണ സംഘം രേഖപ്പെടുത്തി. മംഗലൂരുവിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി. അർച്ചന, പ്രത്യേകാന്വേഷണ സംഘം ഇപ്പോൾ മൊഴിയെടുക്കൽ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അതുതന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് ഏകദേശം 11 മണിയോട് കൂടിയാണ് SIT സംഘം ഇത്തരത്തിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തുടർന്ന് ഈ കേസിന്റെ പരിശോധന അടക്കം. കർണാടകയിലെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരാതിയിൽ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്ന SIT ഇന്നലെ രാത്രിയാണ് ധർമ്മസ്ഥലയിലെത്തിയത്. മംഗലൂരുവിൽ എത്തിയിട്ടാണ് മൊഴി രേഖപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അർച്ചന, തുടരൂ. എത്തിയിട്ടാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘം മുഖേനയാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കൃത്യമായി വിവരം ഈ മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി ലഭിക്കുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നതും. എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ആ ഒരു ഭാഗത്തേക്ക്, അതായത് IB ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കാനാകുമെന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്നു. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ആ ഒരു ഭാഗം, അതായത് ധർമ്മസ്ഥല ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഭാഗങ്ങളിൽ പരിശോധന നടത്തുക. ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഭാഗങ്ങളിൽ കുഴിച്ചിട്ടത്, അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്ന് പറയപ്പെടുന്ന ആ ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മൊഴി. കർണാടകയിലെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരാതിയിൽ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രത്യേകാന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് SIT അവിടെ എത്തിയത്. മംഗലൂരുവിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ നടപടികളിലേക്ക് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നീങ്ങുമെന്നുള്ള വിവരങ്ങളാണ് അർച്ചന രവീന്ദ്രൻ നൽകുന്നത്.